ഹലോ ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമ്മളെ വീട്ടിലുള്ള 2 കാറാണ് ചെയ്തത്. അത് നമുക്ക് അടുത്ത് വന്ന് ചെയ്യാൻ പറ്റും. ശനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ശനി നമ്മൾ ഗൂഗിളിൻ്റെ സഹായത്തോടെ ഇതേപോലെ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് വന്നത് മാരുതി സുസുക്കിൻ്റെ പുതിയ മോഡൽ LXi വേരിയൻറ്റ് ഷിഫ്റ്റുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 6,90,000 സംതിങ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും. ഓക്കെ, നമുക്ക് ഫ്രണ്ടിലിട്ട് വരുമ്പോൾ അത്യാവശ്യം വലിയ ഗ്ലാസ് ഏരിയയാണ്. വൈപ്പറൊക്കെ ഒതുക്കി തന്നെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വൈപ്പർ നോസിലും കാര്യങ്ങളൊക്കെ വരിക. ബോണറ്റിൽ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഉണ്ട്. നീറ്റായിട്ട് തന്നെ ആണ് ബിൽഡ് ചെയ്തത്. സുസുക്കിൻ്റെ ബാഡ്ജിങ് ഗ്രില്ല് വരുന്നുണ്ട്. രണിക്കോം എന്ന് പറഞ്ഞുകൂടെ ഒരു ടൈപ്പ് നമ്പർ പ്ലേറ്റ് അവിടെയാണ് ഓപ്ഷൻ വരിക. പിന്നെ അതിൻ്റെ അടിയിലൊരു ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹാലജൻ ടൈപ്പ് പ്രൊജക്ടറാണ്. ഹെഡ്ലാമ്പ്സ് വരിക പക്ഷേ ഹാലജനാണ്. പിന്നെ ആ ഒരു എൽ പോലെ തോന്നുന്നു, 2 ഹെഡ്ലൈറ്റിൽ എൽ പോലെ തോന്നുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ക്രോമാണ്, പക്ഷേ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്കത് LED ആയിട്ട് വരും. അതിൻ്റെ താഴെയാണ് ഇൻഡിക്കേറ്റർ വരിക. പിന്നെ ഫോഗ് ലാമ്പൊക്കെ ഫുൾ ഓപ്ഷനിലേക്കാണ് വരിക. നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം ഫ്രണ്ടിലാണ് ഇൻഡിക്കേറ്റർ, പക്ഷേ വൈറ്റ് കളറിലാണ്. പിന്നെ മിറർ മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ഡോർ ഹാൻഡിൽസും പിന്നെ A പില്ലറായാലും B പില്ലറായാലും C പില്ലറായാലും ബോഡി കളറാണ്. പിന്നെ അതിൻ്റെ ബാക്കിലൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസൊക്കെ ഉണ്ട്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും ടയർ സൈസൊക്കെ അവസാനം കൊടുക്കാം. അത്യാവശ്യം നീറ്റാണ്. പിന്നെ ആൻറ്റിന വരുന്നില്ല. അപ്പോൾ അതാണ് ഒരു ബാക്ക് ഏരിയ. ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. സ്പോയിലർ നോർമൽ ടൈപ്പ് സ്പോയിലറാണ്. പിന്നെ ഡീഫോഗർ വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ക്ലാസ് ഏരിയ ആണ്. സുസുക്കിൻ്റെ ലോഗോ, പിന്നെ ഷിഫ്റ്റ് എന്ന ബ്രാൻഡിങ്ങും LED LED ആണ്. ഹെഡ് ലാമ്പ്സ് വരുന്നത്. പിന്നെ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. നോർമൽ സെൻസർ ബൂട്ട് ഓപ്പണിംഗ് ആണ്. നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ ഹാലജൻ ടൈപ്പ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ റിഫ്ലക്റ്റർ വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് ഇങ്ങനെയാണ് വരിക. ബൂട്ട് സ്പേസ് എത്രയാണെന്ന് ഞാൻ അവസാനം കൊടുക്കാം. പിന്നെ പാർസൽ ട്രേ ബ്ലാക്ക് പോർഷനിൽ പൊന്തിക്കുന്നത് അത് നമുക്ക് ബേസ് വേരിയൻറ്റ് വരില്ല. ഗൂഗിൾ അടിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ബൂട്ട് കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഇതാണ് ബാക്ക് റിയർ സീറ്റ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഡാഷ്ബോർഡ് കണ്ടല്ലോ. പിന്നെ ഫിക്സഡ് ആയിട്ടുള്ള അഡ്രസ്റ്റാണ്. സീറ്റ് ഇങ്ങനെയാണ്. സീറ്റ് കവർ കമ്പനി സീറ്റ് കവർ. പിന്നെ അത്യാവശ്യം പാൽസെറ്റർ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും, പക്ഷെ നമുക്ക് വരുന്നില്ല ബേസിൽ. ഇത് വേറെ മോഡലിൻ്റെയാണ്. എനിക്ക് സെക്കൻഡ് വേരിയൻ്റ് എന്താണെന്ന് തോന്നുന്നു. പക്ഷേ സെക്കൻഡ് ആയാലും LXi ആയാലും സെയിം സീറ്റ് കവർ തന്നെയാണ്. പാൽസെറ്റർ ആ ബ്ലാക്ക് കളർ ഇത് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ആ ബ്ലാക്ക് പോർഷൻ നോക്കണ്ട, അത് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു സംഭവം കണ്ടോ, അത് ഞാൻ ഒന്ന് മായ്ച്ചതാണ്. പിന്നെ എല്ലാം ഇവിടെ നമുക്ക് ഗ്ലോസി ആയിട്ട് തോന്നുമെങ്കിലും അത് ഒരു ഫുൾ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. മാറ്റല്ല, ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ്. ഡോർ ഹാൻഡിൽ 4 ഡോർ പവർ വിൻഡോ. പിന്നെ മിറർ ലോക്ക് ചെയ്യാനുള്ളത്, അത് പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ളതും നോർമൽ ലോക്ക് ആൻഡ് അൺലോക്കുമാണ് വരുന്നത് മെയിൻ ഡോറിൽ. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ മേലെ നമുക്ക് ഒരു നോർമൽ ടൈപ്പ് തന്നെയാണ് ബാക്കിലോട്ട് കാണുന്ന മിറർ ഉള്ളത്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പം നോർമൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ്. ലൂയിസ് കൺട്രോളോ സിസ്റ്റം കൺട്രോളോ ഒന്നും വരുന്നില്ല. പിന്നെ നോർമൽ സുസുക്കിയിലൊക്കെ കാണുന്ന RPM മീറ്ററും സ്പീഡോമീറ്ററും പിന്നെ ടൈം, ട്രിപ്പ് A ട്രിപ്പ് B അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, ഐഡിയൽ സ്റ്റാർട്ട് ടോപ്പ്, പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇവിടെയാണ് ബൂട്ട് ഓപ്പണിങ്ങും ഫ്യൂവൽ ടാങ്കിൻ്റെ ഒക്കെ ബൂട്ടല്ല ഫ്രണ്ടിലെ ഓപ്പണിങ്. പിന്നെ നോർമലാണ്. മാനുവൽ വരുന്നുള്ളൂ. പിന്നെ മാനുവൽ CNG ആണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി ഒക്കെ പറഞ്ഞുതരാം. എല്ലാ റേറ്റ് നേരത്തെ പറഞ്ഞത് നമ്മൾ 6,90,000. മാനുവൽ പെട്രോൾ എൻജിൻ്റെ പ്രൈസാണ്. ഏകദേശം CNGക്ക് 1,00,000 രൂപേൻ്റെയൊക്കെ വ്യത്യാസം വരും, അത്രയൊന്നും ഉണ്ടാവില്ല. പിന്നെ AC വെൻറ്റിന് വരുന്നുണ്ട്. അസാർലൈറ്റ് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക് AC ആണ്. പിന്നെ ഇവിടെ വരുമ്പോൾ 12 വാട്ടിൻ്റെ ചാർജിങ് പോർട്ടാണ് വരുന്നത്. ചാർജിങ് പോർട്ടിൽ 12 വാട്ടിൻ്റെ ഒരു സോക്കറ്റ് ടൈപ്പ് സംഭവമാണ് വരുന്നത്. പിന്നെ അവിടെ തന്നെ ഫോണൊക്കെ ഉള്ളതും ബോട്ടിൽ ഹോൾഡറും ഗിയറും ഹാൻഡ് ബ്രേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഉണ്ടാവും. എന്താ പറയുക, നമ്മൾ ഫയൽ പോക്കറ്റൊക്കെ ഇല്ലേ അതിൻ്റെ അകത്ത്. പിന്നെ സൺറൈസേഴ്സിൽ 2ലും 1 മാത്രം ഡ്രൈവർ സൈഡിലുള്ളതിന് ടിക്കറ്റ് ഹോൾഡർ വരുന്നുള്ളൂ. മിററോ സംഭവമൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഏകദേശം നടുക്കായിട്ട് മേലെ നമുക്കൊരു നോർമൽ ഹാലജൻ ടൈപ്പ് ഹെഡ് ലാമ്പ്സ് ആണ്. അതിൻ്റെ പിക്ചർ നമുക്ക് ഗൂഗിളിൽ കിട്ടുന്നില്ല. ഓക്കെ ഗേസ്, ഇതിൻ്റെ പിക്ചർ നമുക്ക് മേലെ കിട്ടുന്നില്ല. ആ ഒരൊറ്റ സംഭവമുള്ളൂ. പിന്നെ ഞങ്ങൾ കയ്യിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂലേനും. പിന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം.
കണ്ടോ ഒരു 12 വാട്ടിന് ചാർജിങ് പോർട്ട്, അവിടെ ഫോൺ വെക്കുന്ന ഹോൾഡറും 2 കപ്പ് ഹോൾഡേഴ്സുമാണ് വരുന്നത്. പിന്നെ ഗിയർ നോബും ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ കേട്ടോ. പുതിയ മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ ബേസ് വേരിയന്റായ LXiയുടെ പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. എഞ്ചിൻ ആൻഡ് പെർഫോമൻസ്. എഞ്ചിൻ കപ്പാസിറ്റി CC 1198 ടെക്സ്റ്റ് CC ഓഫ്സെറ്റ് സീരീസ് 3 സിലിണ്ടർ എഞ്ചിൻ. പരമാവധി പവർ 80.4 R ടെക്സ്റ്റ് bhp at 5700 ടെക്സ്റ്റ് RPM. പരമാവധി ടോർക്ക് 111.7 ടെക്സ്റ്റ് Nm at 4300 ടെക്സ്റ്റ് RPM. അളവുകൾ ഡയമെൻഷൻസ് ആൻഡ് ഭാരം. നീളം ലെങ്ത് 3860 ടെക്സ്റ്റ് mm. വീതി വിഡ്ത് 1735 ടെക്സ്റ്റ് mm. ഉയരം ഹൈറ്റ് 1520 ടെക്സ്റ്റ് mm. ഗ്രൗണ്ട് ക്ലിയറൻസ് 163 ടെക്സ്റ്റ് mm. ഭാരം കർവ് വെയ്റ്റ് 920 ടെക്സ്റ്റ് കിലോഗ്രാം. കപ്പാസിറ്റി ആൻഡ് ടയർ സൈസ്. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 37 ടെക്സ്റ്റ് ലീറ്റേഴ്സ്. ബൂട്ട് സ്പേസ് 265 ടെക്സ്റ്റ് ലീറ്റേഴ്സ്. ടയർ സൈസ് 165/80 ടെക്സ്റ്റ് R, 14 ഇഞ്ച് സ്റ്റീൽ വീലുകൾ. സുരക്ഷാ റേറ്റിംഗുകളെ കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 6 എയർ ബാഗുകൾ, 6 എയർ ബാഗ്സ്. പുതിയ 2024 സ്വിഫ്റ്റിൽ മാരുതി വരുത്തിയ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് ഇതാണ്. ഏറ്റവും കുറഞ്ഞ ബേസ് വേരിയന്റായ LXi മുതൽ ഉയർന്ന വേരിയന്റുകളിൽ വരെ 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചർ കമ്പനി നൽകുന്നുണ്ട്. ഇതിൽ ഉൾപ്പെടുന്നവ: ഡ്രൈവർ എയർ ബാഗ്, ഫ്രണ്ട് പാസഞ്ചർ എയർ ബാഗ്, സൈഡ് എയർ ബാഗുകൾ, സൈഡ് എയർ ബാഗ്സ്, കർട്ടൻ എയർ ബാഗുകൾ, കർട്ടൻ എയർ ബാഗ്സ്. സുരക്ഷാ റേറ്റിംഗ്, സേഫ്റ്റി റേറ്റിംഗ്. ഇന്ത്യൻ മോഡൽ സ്വിഫ്റ്റിന്റെ ഔദ്യോഗിക ഭാരത് NCAP അല്ലെങ്കിൽ ഗ്ലോബൽ NCAP GNCAP ക്രാഷ് ടെസ്റ്റ് ഫലങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ പുതിയ മോഡൽ പ്ലാറ്റ്ഫോം അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ ടെസ്റ്റുകളിലെ ഫലങ്ങൾ താഴെ പറയുന്നവയാണ്. യൂറോ NCAP 2024 6 എയർ ബാഗുകളും ADAS ഫീച്ചറുകളുമുള്ള അന്താരാഷ്ട്ര മോഡൽ സ്വിഫ്റ്റ് 3 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് നേടിയിട്ടുണ്ട്. ജപ്പാൻ NCAP JNCAP ജപ്പാനിൽ നടന്ന ടെസ്റ്റുകളിൽ ഈ പുതിയ മോഡലിന് 4 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് ലഭിക്കുകയുണ്ടായി. അല്ല ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഫീച്ചർ CC ഒക്കെ പറഞ്ഞാണല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനകത്ത് ഇങ്ങനെ ഓടിച്ച് കൊണ്ടുപോയത്, ഫാസ്റ്റ് കൊണ്ടുപോയതെന്ന് ഇത് മനസ്സിലുണ്ടാവും. കാരണം ഇപ്പോൾ ഒന്നുകൂടി എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ അധികം ലെങ്ത്തും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പോസ് ചെയ്ത് നോക്കിയാൽ മതി. പലരും അങ്ങനെ നോക്കുന്നവരാണ്. പിന്നെ ഞാൻ പറയേണ്ടതൊക്കെ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഞാൻ വിട്ടുപോയതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തെങ്കിലും പരിഹരിക്കും. പിന്നെ CNG ഞാൻ പറഞ്ഞല്ലോ, പെട്രോൾ മാനുവൽ എഞ്ചിൻ മാനുവലേ വരുന്നുള്ളൂ. ബേസിൽ പെട്രോൾ മാനുവൽ വരുമ്പോൾ നമുക്ക് 6,90,000 ഓൺ റോഡ് വരിക. എക്സ്ഷോറും അല്ല, ഞാൻ ഓൺ റോഡ് പ്രൈസ് പറയാറുള്ളൂ. ഓൺ റോഡ് വരിക. ഇപ്പോൾ CNGയിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷം ഒന്നും ഉണ്ടാവില്ല. ഏതാണ്ട് ഞാൻ പറയുമ്പോൾ 7,90,000 ആ റേറ്റിലാണ് വരിക. ഓക്കെ, ഏതാണ്ട് ഒരു 8 ലക്ഷം ഇതിൻ്റെ പൊക്കത്തോട്ടൊന്നും പോവില്ല, ആ ഒരു ബഡ്ജറ്റ്. ഓക്കെ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഇനി മുതൽ വീഡിയോ എങ്ങനെയാണ് വരിക, ഗൂഗിളിൻ്റെ സഹായത്തോടെ പിക്ചർ എടുക്കുന്നു, നമ്മളിങ്ങനെ മാറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇനി മുതൽ വീഡിയോ വരിക. പിന്നെ അല്ലാത്ത എന്തെങ്കിലും വ്ളോഗ്സിൻ്റെ അതിടും. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഷോറൂമിലൊക്കെ പോയി ഡീലർഷിപ്പായിട്ടൊരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് റീച്ച് വേണം, എന്നാലും പോലും നമുക്ക് കാറ് തരും. അല്ലാണ്ട് വെറുതെ പോയി കഴിഞ്ഞാൽ ഒരു ചോദിക്കും റീച്ചില്ലാത്തൊരു ചാനൽ എന്തിനാണ് കാറ് എന്നൊക്കെ. നിങ്ങൾ റീച്ചാക്കി തന്നെ നമ്മൾ ചോദിക്കും. നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ഇടുന്നതായിരിക്കും. പിന്നെ എല്ലാ വണ്ടീൻ്റെയും ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ എന്നും 6 മണിക്കാണ് ഇടുക. പക്ഷേ ശനിയും ഞായറും നമ്മൾ എന്നും തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ ചിലപ്പം 6 മണിക്കാണ് എപ്പോഴും ഇടുക. തിങ്കൾ മുതൽ വെള്ളി വരെ 6 മണിക്കാണ്. ശനിയും ഞായറും നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ചിലപ്പം ശനിയും ഞായറും വീഡിയോ വരില്ല. അപ്പോൾ വരികയാണെങ്കിൽ തന്നെ ചിലപ്പം നേരത്തെ വരികയും ചെയ്യും, ചിലപ്പോൾ 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ഒരുമിച്ച് വരികയും ചെയ്യും. ശനിയും ഞായറും ആ ഒരു ഡേറ്റിൽ. കാരണം അത് നമ്മൾ ലീവുള്ള ദിവസമാണ്. ബാക്കിയുള്ള ദിവസമൊക്കെ 6 മണിക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് പറ്റാണ്ട്, കാരണം ശനിയും ഞായറല്ലേ, അപ്പോൾ നമ്മൾ എവിടെ പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളൂ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി ചെയ്യാം. അപ്പോൾ ഇനി മുതൽ നമ്മളിങ്ങനെയായിരിക്കും. പിന്നെ ചെറിയ ഡെയിലി വ്ളോഗ്സ് അങ്ങനെ ഇടുകയുള്ളൂ. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഓടിച്ചോടിച്ച് പോയത് അങ്ങനെയാണ്, ദായേൻ്റെ ആട്ടോ. കാരണം അങ്ങനെ പെട്ടെന്ന് അതിനകത്തൊന്നും പറയാനും ഫീച്ചേഴ്സൊന്നും ഇല്ല. ഓക്കെ, മനസ്സിലാത്തതിൻ്റെ കമൻറ്റ് ഇട്ടോളൂ, ഞാൻ പരിഹരിച്ച് തരും. ഓക്കെ, ശരി ഗൈസ്.